വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി പ്ലം കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു കേക്കാണിത്. മെയിനായിട്ട് നമ്മളിതിനകത്ത് ഷുഗർ ചേർക്കുന്നില്ല, പിന്നെ നമ്മൾ വൈൻ ചേർക്കുന്നില്ല. ഒരു എഗ്ഗ്ലെസ് കേക്കാണ്. മെയിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല സെറ്റായിരിക്കുവാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിലും ശർക്കര പാനിയിലുമാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് 1 ഡേ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്ലോർ, നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടെ നമുക്ക് ഈ അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഒരു 100 ഗ്രാം മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലൊരു ഒന്ന് ലൂസാക്കി എടുക്കണം. അത് നമ്മൾ കേക്കിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണിത്. ഇതും കൂടി ഇങ്ങനെ ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കിന് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് ഒരു 1/2 കപ്പ് അല്ല, ഒരു 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു കപ്പ് വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് മിക്സ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് ബട്ടർ ആയാലും സാരമില്ല, ബട്ടർ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഷുഗറൊന്നും കാരമലൈസ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ പ്ലം കേക്കിനകത്തോട്ട്. ഈ ശർക്കര പാനി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് നമ്മളൊരു 200 ഗ്രാം ശർക്കരയാണെങ്കിൽ ഒരു 150 ഗ്രാം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ബട്ടർ മിൽക്കാണ്. അത് 1/2 കപ്പ് ഫ്രഷ് മിൽക്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. ഇതും കൂടെ നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത് മൂന്നും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അസാധ്യ ഫ്ലേവറാണ് ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന്. അപ്പോൾ നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്ത് മറ്റ് കേക്കിൻ്റെ കൂട്ടൊന്നും ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൊടി ഈ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റുമായിട്ടൊന്ന് മിക്സായാൽ മാത്രം മതി. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ പൊടിയിട്ടത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ കൂട്ടൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മളൊരു 5 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് ബേക്കിങ്ങിന് എടുക്കുന്നത്. നമ്മൾ അതിലോട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് മെൽറ്റഡ് ബട്ടറൊക്കെ ഒന്ന് തടവി നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഒരു പകുതി പോർഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കേക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിശ്രിതം ഒന്ന് ലെവലായി കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സഡ് ജാം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. നമുക്ക് വേണേൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണേൽ നമുക്കിതൊന്നും കൂടെ ലൂസാക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്. നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം നമ്മൾ ജാം മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ സ്പാറ്റില വെച്ചോ സ്പൂൺ വെച്ച് തന്നെ നമ്മുടെ ബാക്കിയുള്ള കേക്ക് ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ ചിലപ്പം ഈ ജാം
പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ പതുക്കെ എന്തെങ്കിലും സ്പൂണോ സ്പാറ്റുലയോ വെച്ചിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള കേക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ജാം ചേർക്കാതെയും ചെയ്യാം, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ജാം ചേർത്താൽ അവർക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് ഒന്നും കൂടെ ഇത് ലെവലാക്കാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നട്ട്സോ ഗ്രേപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനു മുമ്പ് നമ്മൾ വലിയൊരു പാത്രം എടുക്കണം. അതുകൊണ്ട് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാനോ വലിയ ചരുവമോ ചുവട് കെട്ടിയുള്ള ചരുവമോ ഒക്കെ ആകാം. 10 മിനിറ്റ് മുമ്പ് ഇതേപോലെ ചൂടാക്കി വെക്കുക. അതിനുശേഷം അതിലോട്ട് നമുക്ക് കേക്കിൻ്റെ ട്രേ വെക്കാനായിട്ടുള്ളൊരു സംഭവം, അതായത് ഏതെങ്കിലും ഒരു വട്ടപാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചേച്ചാൽ മതി. അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കേക്കിൻ്റെ ട്രേ അതിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു ചെറു തീയിൽ 50 മിനിറ്റ് വരെ ഞാൻ വേവിച്ചെടുത്താണ് ഇത്. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. നമുക്കിത് പുറമേ നിന്ന് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. വളരെ ചെറിയ തീയിലാണ് നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. കണ്ടല്ലോ, നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു കവോ വെച്ച് നമുക്ക് നമ്മുടെ ഇപ്പോൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവൂ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് കേക്കിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്ലം കേക്ക് ആണെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പം കുറച്ചും കൂടെ ഒരു സ്വാദ് കൂടുതലായിരിക്കും. ഇപ്പോൾ തണുത്തതിന് ശേഷം നമ്മുടെ ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ സെയിം ടൈമിൽ തന്നെ 2 കേക്ക് ഉണ്ടാക്കിയായിരുന്നു. ഒന്ന് ജാം ഫില്ല് ചെയ്തും അല്ലാതെ ജാം ഇല്ലാതെയും ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഇത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ജാം ഫില്ല് ചെയ്ത കേക്കാണ്. തണുത്തതിന് ശേഷമാണ് ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടെക്സ്ചർ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, നല്ല ജാമൊക്കെ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ജാമിൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് വരുമ്പം പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്ക് ഞാൻ ജാം ഇല്ലാതെ ഉണ്ടാക്കിയ കേക്കാണ്. നമ്മുടെ നോർമൽ പ്ലം കേക്കാണ്. സെയിം തന്നെ സെയിം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. കണ്ടല്ലോ എത്ര സോഫ്റ്റാണ് നോക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയണം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.